ഹായ് ഫ്രണ്ട്സ്, മൂവി സ്റ്റോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 റിലീസായ ഹൊറർ ത്രില്ലർ ഇന്തോനേഷ്യൻ മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പടത്തിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ മൂവി ഫുൾ ആയിരുന്നു കാണാൻ തന്നെ തോന്നിപ്പോകും. അത്രയും ഹൊറർ ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് ഈ പടത്തിലുള്ളത്. ഈ മൂവിയുടെ പേരാണ് ഇൻ പെറ്റഗോർ. ശരി, നമുക്ക് മൂവിയിലോട്ട് പോകാം. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ഹൈവേയിലുള്ള ടോൾ ബൂത്ത് കാണിക്കുന്നു. അവിടെ നായിക ഒരു ടോൾ ബൂത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായികയും അവളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടോൾ ബൂത്തിൽ വർക്ക് ചെയ്യുന്ന അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നായിക സംസാരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവൾക്ക് ഈ ടോൾ ബൂത്തിൽ വർക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നായികയ്ക്ക് ഒരു തുണി ഷോപ്പ് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ ബിസിനസ് തുടങ്ങാൻ ഇവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നായികയും അവളുടെ ഫ്രണ്ടും കൂടി ചേർന്ന് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നായികയുടെ ടോൾ ബൂത്തിലോട്ട് ഒരു കാറ് വരുന്നത് കണ്ടു. നായിക പേടിച്ച് അവളുടെ ഫ്രണ്ടിനോട്, എടാ അയാള് വരുന്നുണ്ട്, എനിക്ക് പേടിയായിട്ട് വയ്യ, ഇന്ന് അയാള് എന്നോട് എന്തായിരിക്കോ ചോദിക്കാൻ പോകുന്നത് എന്ന് ഭയങ്കര പേടിച്ചുകൊണ്ട് നായികയുടെ ഫ്രണ്ടിനോട് പറയുന്നു. ഇത് കേട്ടത് നായികയുടെ ഫ്രണ്ട്, നീ പേടിക്കാണ്ട് അയാൾക്ക് ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. ആ കാറും ഇവളുടെ ടോൾ ബൂത്തിൽ വന്ന് നിർത്തുന്നു. അയാളും കൈ നീട്ടി ടോക്കൺ ചോദിക്കുന്നു. നായികയും ടോക്കൺ അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. ടോക്കൺ മേടിച്ച് അയാള് നായികയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ സമയം ഇയാളുടെ കാറിന്റെ പുറകിൽ ഒരു ട്രക്ക് വന്നതും അയാള് മിണ്ടാണ്ട് അവിടെ നിന്നും പോകുന്നു. അയാള് പോയി എന്ന് കണ്ടപ്പോഴാണ് നായികയ്ക്ക് ശ്വാസം തന്നെ വന്നത്. നായികയും ഇപ്പൊ വന്ന ട്രക്കിന് ടിക്കറ്റ് കൊടുത്ത് അവളുടെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രക്ക് അവിടെ നിന്നും പോയതും ഫ്രണ്ടിൽ പോയ കാറ് നിർത്തി ആ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആള് പുറത്തോട്ട് ഇറങ്ങി നായികയുടെ ടോൾ ബൂത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടത് നായിക, അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്, ഞാൻ ഇനി എന്ത് ചെയ്യും, അയാൾ എന്തെങ്കിലും എന്നെ ചെയ്യൂ എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്ന സമയത്ത് നായികയുടെ ഫ്രണ്ട്, നീ ഇങ്ങനെ പേടിക്കല്ലേ, ഞാൻ ഓഫീസിലോട്ട് വിളിച്ച് അവിടെയുള്ള സെക്യൂരിറ്റിയോട് ഇങ്ങോട്ട് വരാൻ പറയാം, അപ്പോഴേക്കും നീ നിന്റെ ക്യാബിനിലുള്ള വാതിലും ജനലും അടക്കി എന്ന് പറയുന്നു. നായികയും അത് വേഗം ചെയ്യുന്നു. അയാളും നായികയുടെ ടോൾ ബൂത്തിലോട്ട് വന്ന് വിൻഡോയിലിരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു. നായികയും പേടിച്ചുകൊണ്ട് വിൻഡോ ചെറുതായി തുറന്ന് സെക്യൂരിറ്റി ആൾക്കാരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുന്നു. അത് കേട്ടെങ്കിലും അയാൾ പേടിച്ച് അവിടെ നിന്ന് പോകുമെന്ന് വിചാരിച്ചപ്പോൾ അയാള് അതിനൊന്നും റിയാക്ട് ചെയ്യാണ്ട്, നിന്റെ പേര് റഹായോ ആണോ എന്ന് നായികയോട് ചോദിക്കുന്നു. ഇത് കേട്ടത് നായിക, എന്റെ പേര് മായയാണ്, ഈ ടോൾ ബൂത്തിന്റെ പുറത്ത് മത്തങ്ങ വലുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, തനിക്കെന്താ കണ്ണ് കണ്ടൂടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ അയാൾ അതിന് മറുപടി പറയാണ്ട്, നിന്റെ അച്ഛന്റെ പേര് ഇതാണോ എന്ന് പറഞ്ഞൊരു പേര് പറയുന്നു. നീ ഈ ഗ്രാമത്തിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ നായിക അതിനൊന്നും മറുപടി പറയാണ്ട് വേഗം വിൻഡോ അടച്ചു കളയുന്നു. ഇത് കണ്ടതും അയാള് നേരെ അയാളുടെ കാറിലോട്ട് പോകുന്നു. അയാൾ അവിടെ നിന്ന് പോയി എന്ന് കണ്ടതും നായിക ഭാഗ്യം രക്ഷപ്പെട്ട് എന്ന് പറഞ്ഞ് സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് കാറിലോട്ട് പോയ അയാള് ഒരു വലിയ വടിവാൾ എടുത്തുകൊണ്ട് വരുന്നു. ഇതുകൊണ്ട് നായിക ക്യാബിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തോട്ട് ഓടാനായി നോക്കിയ സമയത്ത് ആ നേരം ആ ക്യാബിനിലുണ്ടായ വാതിലും ജാം ആകുന്നു. നായിക ആണെങ്കിലോ ആ വാതിൽ എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാള് തൊട്ടടുത്തോട്ട് വന്നപ്പോഴാണ് ആ വാതിൽ തന്നെ തുറന്നു വരുന്നത്. പക്ഷെ നായിക അയാളെ ശ്രദ്ധിക്കാണ്ട് ക്യാബിന്റെ പുറത്തോട്ട് ഇറങ്ങി ഓടുന്നു. ഓടുന്ന സമയത്തും നായിക, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്, എന്നെ ഇയാള് കൊല്ലാൻ പോകുന്നു എന്ന് ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടാണ് ഓടുന്നത് തന്നെ. ആ സമയം നായിക ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാല് മടങ്ങി റോട്ടിൽ തന്നെ വീഴുന്നു. ഇത് ആ സൈക്കോയ്ക്ക് എളുപ്പമാകുന്നു. അയാളും നായികയുടെ നേർക്ക് വന്ന് മുഖത്ത് തന്നെ വീശി കുത്തുന്നു. അത് മാത്രമല്ലാണ്ട് നായികയുടെ തൊടയിൽ ഒരു പാട് കാണുന്നു. ആ പാടിൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന വടിവാള് കൊണ്ട് കീറുന്നു. നായികയും അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊതറയും കൊണ്ടിരിക്കുന്നു. പക്ഷെ അയാളാണെങ്കിലോ ഇവളെ വിടാണ്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോലീസ് വരുന്നു. പോലീസിനെ കണ്ടെങ്കിലും ഇയാള് നായികയെ വെറുതെ വിടുമെന്ന് വിചാരിച്ചപ്പോൾ അയാള് അതിനൊന്നും പേടിക്കാണ്ട് നായികയെ നോക്കിയിട്ട്, നിന്റെ കുടുംബം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ശാപം കൊണ്ടുവന്നു, അത് നിന്നിലൂടെ തീരട്ടെ എന്ന് പറഞ്ഞ് നായികയെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വടിവാള് കൊണ്ട് വെട്ടാൻ പോയ ആ സമയം പോലീസ് അയാളുടെ നെറ്റി നോക്കി തന്നെ വെടിവെക്കുന്നു. അയാളും സ്പോട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. ഇങ്ങനെ കാണിച്ചാണ് ഈ പടത്തിന്റെ പേര് തന്നെ കാണിക്കുന്നത്. അടുത്ത സീനിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണിക്കുന്നു. നായികയും അവളുടെ ഫ്രണ്ടും കൂടി ചേർന്ന് ഒരു ചെറിയ തുണിക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടമെല്ലാം മേടിച്ചാണ് ഈ തുണിക്കട തന്നെ വെച്ചത്. പക്ഷെ ഇവര് പ്രതീക്ഷിച്ചതുപോലെ ബിസിനസ് അത്ര നന്നായി വന്നില്ല, കൂടുതലും ലോസ് ആയിട്ടാണ് പോകുന്നത്. അതുകൂടാണ്ട് ഇപ്പോ കടവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ വേഗം തന്നെ ഈ ബിസിനസ്സും ക്ലോസ് ചെയ്യേണ്ടി വരും. ഈ കാര്യം ഓർത്ത് രണ്ടുപേരും സങ്കടത്തിലിരിക്കുകയാണ്. ആ സമയത്ത് നായിക ഒരു ഫോട്ടോ കാണിച്ച്, ഇവരാണ് എന്റെ അച്ഛനും അമ്മയും, എന്റെ ശരിക്കുള്ള പേര് റഹായോ ആണ്, അന്ന് എന്നെ ഒരാള് അറ്റാക്ക് ചെയ്യാൻ വന്നില്ലേ, അയാള് പറഞ്ഞ ഗ്രാമത്തിലാണ് ഞാൻ
ഞാൻ ജനിച്ചത്. പക്ഷെ എന്തോ ഒരു കാരണത്താൽ ആ ഗ്രാമം വിട്ട് എന്റെ ആന്റി എന്നെ സിറ്റിയിലോട്ട് കൊണ്ടുവന്നു. ഞാൻ വളർന്നു വലുതായപ്പോൾ റഹായയിൽ നിന്നുള്ള എന്റെ പേര് മായ എന്ന് മാറ്റി. ഈ ഫോട്ടോയിലുള്ള വീട് നീ കണ്ടോ? ആ വീട് എനിക്കുള്ളതാണ്. ഞാൻ ആ ഗ്രാമത്തിൽ പോയി എന്റെ പേര് റഹായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് എന്റെ പേരിലോട്ട് മാറും. ആ വീട് വിറ്റ് നമ്മുടെ എല്ലാ കടങ്ങളും മാറ്റി നമുക്ക് സ്വന്തമായ ഒരു നല്ല ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആ ഗ്രാമത്തിലോട്ട് പോകണം എന്ന് അവളുടെ ഫ്രണ്ടിനോട് പറയുന്നു. ഇത് കേട്ടത് അവളുടെ ഫ്രണ്ട്, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം എന്ന് പറയുന്നു. അതിന് നായിക ശരി ഓക്കെ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുന്നു. അതിനുശേഷം നായിക ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് ആ സൈക്കോ നായികയുടെ തൊട മുറിച്ചില്ലായിരുന്നു. ആ മുറിവിൽ നിന്ന് ഇപ്പൊ ചോര വന്നുകൊണ്ടിരിക്കുന്നു. നായികയും ആ മുറിവ് തൊട്ടു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മുറിവിന്റെ ഉള്ളിൽ എന്തോ ഒരു സാധനം ഉള്ളതുപോലെ തോന്നുന്നു. നായികയും ആ മുറിവിന്റെ ഉള്ളിൽ കൈയിട്ട് ആ സാധനം പുറത്തോട്ടെടുക്കുന്നു. അത് ഒരു ചെറിയ പേപ്പർ കഷ്ണമായിരുന്നു. നായികയും ആ പേപ്പർ തുറന്നു നോക്കുന്നു. പക്ഷെ അതിൽ മനസ്സിലാകാത്ത ഏതൊരു ഭാഷയിലാണ് എന്തോ ഒന്ന് എഴുതിയിരിക്കുന്നത്. നായികയും അവളുടെ ഫോണിൽ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഫോട്ടോ എടുത്തു വെക്കുന്നു. ആ സമയം തന്നെ നായികയുടെ ഫ്രണ്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്നതും ആ പേപ്പർ നേരെ ബാത്റൂമിന്റെ ഉള്ളിലോട്ട് വീഴുന്നു. പക്ഷെ നായിക അത് വലുതായിട്ട് കെയർ ചെയ്യാണ്ട് ഒരു ചെറിയ പേപ്പർ കഷ്ണമല്ലേ എന്ന് പറഞ്ഞ് അത് അങ്ങനെ ഇട്ടിട്ട് പോകുന്നു. നായിക അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങിയതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷോപ്പും ഇപ്പൊ അടച്ചിട്ടിരിക്കുന്നു. നായികയും അവളുടെ ഫ്രണ്ടിന്റെ പേര് വിളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ തൊട്ടു മുൻപിൽ ഒരു ലേഡി ഭയങ്കര വിയേർഡായിട്ട് ഇരിക്കുന്നു. ആ ലേഡി നായികയെ നോക്കിയിട്ട് നീ വീട്ടിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അതിന് നായിക ഞാൻ വീട്ടിലോട്ട് പോകുകയാണ് എന്ന് പറഞ്ഞതും ആ ലേഡി അവിടെ നിന്നും പോകുന്നു. നായികയും അവളുടെ ഫ്രണ്ടിന്റെ പേര് വിളിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് 4 ചെറിയ കുട്ടികളുടെ ബൊമ്മ നിൽക്കുന്നത് കാണുന്നു. നായിക അത് ശ്രദ്ധിക്കാണ്ട് ഗേറ്റിന്റെ സൈഡിലോട്ട് പോയതും പെട്ടെന്ന് അതിലുണ്ടായിരുന്ന ഒരു ബൊമ്മ താഴോട്ട് വീണു പോകുന്നു. ഇത് കണ്ടത് നായികയും പേടിച്ചു പോകുന്നു. ആ സമയം നായികയുടെ തൊട്ടു പുറകിൽ അവളുടെ ഫ്രണ്ട് വന്ന് അവളുടെ തോളിൽ കൈ വെച്ചതും അതും കണ്ട് അവള് പേടിച്ചു പോകുന്നു. നായകൻ തിരിഞ്ഞ് അവളുടെ ഫ്രണ്ടിനെ വഴക്ക് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. അടുത്ത സീന് രണ്ടുപേരും കൂടി ചേർന്ന് നായിക പറഞ്ഞ നാട്ടിലോട്ട് പോകാനായി ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിയ്ക്കുന്ന സീറ്റിന്റെ പുറകിൽ ഒരു പ്രൊഫസർ ഇരിക്കുന്നുണ്ട്. ആ പ്രൊഫസറും നായികയോട് സംസാരിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നായക ആ പ്രൊഫസറിനോട് ഇവളെടുത്ത ഫോട്ടോ കാണിച്ച് ഇത് എന്ത് തരം ഭാഷയാണ് എന്ന് ചോദിക്കുന്നു. ഈ ഫോട്ടോ കണ്ടതും പ്രൊഫസർ ഇത് ഭയങ്കര പഴക്കമുള്ള പഴയകാല മൊഴിയാണ്. അതിന് നായിക ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ആ പ്രൊഫസർ വായിച്ചു നോക്കിയിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് ചീത്ത ആത്മാക്കളിൽ നിന്നും ദുഷ്ടശക്തിയിൽ നിന്നും ഒരു ആപത്തും വരാണ്ട് രക്ഷിക്കുന്ന ഒരു മന്ത്രമാണ് എന്ന് പറയുന്നു. ഇത് എഴുതിയ ആള് അത്ര നല്ല ആളും ആയിരിക്കൂല. ഇത് കേട്ടത് നായിക ഇത് മന്ത്ര തകിടാണോ എന്ന് ചോദിക്കുന്നു. അതിനയാൾ അങ്ങനെയും പറയാം, നിനക്ക് ഈ പേപ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചത് നായിക എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് വേഗം തിരിഞ്ഞിരിക്കുന്നു. നായികയുടെ ഫ്രണ്ട് ജനൽ സീറ്റിൽ നിന്ന് എണീറ്റ് മാറിയതും നായിക വേഗം ആ ജനൽ സീറ്റിൽ പോയിരിക്കുന്നു. കുറച്ചു നേരം ട്രാവൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നായിക ജനലിന്റെ പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 3 ചെറിയ കുട്ടികൾ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് കാണുന്നു. പക്ഷെ നായിക ആണെങ്കിലോ അത് വലുതായിട്ട് കെയർ ചെയ്യുന്നില്ല. ബസ്സും കുറച്ചും കൂടി മുന്നിലോട്ട് പോകുന്നു. പക്ഷെ അപ്പോഴും ആ 3 കുട്ടികൾ റോഡിന്റെ സൈഡിൽ നിന്ന് നായികയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടതും നായികയ്ക്ക് ചെറുതായി പേടി വരുന്നു. ഈ കാര്യം നായിക അവളുടെ ഫ്രണ്ടിനോടും പറയുന്നു. പക്ഷെ അവളുടെ ഫ്രണ്ട് ആണെങ്കിലോ ഇവിടെയുള്ള ആൾക്കാര് വീടില്ലാത്തതുകൊണ്ട് റോഡിന്റെ സൈഡിലാണ് താമസിക്കുന്നത്. അതിലുള്ള കുട്ടികളായിരിക്കും നിന്നെ നോക്കിയിട്ടുണ്ടാവുക, അത് നീ കെയർ ചെയ്യണ്ട എന്ന് പറഞ്ഞ് നായികയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ നായികയും അവളുടെ ഫ്രണ്ടും ആ ഗ്രാമത്തിലെത്തുന്നു. പക്ഷെ ആ ഫോട്ടോയിലുള്ള അഡ്രസ് ഈ ഗ്രാമത്തിന്റെ കുറച്ചും കൂടി ഉള്ളിലോട്ടായതുകൊണ്ട് കുതിരവണ്ടിയിൽ വേണം ആ ഗ്രാമത്തിലോട്ട് പോകാൻ. നായികയും അവളുടെ ഫ്രണ്ടും കൂടി ചേർന്ന് ആ കുതിരവണ്ടിയിൽ കാടിന്റെ നടുവിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വണ്ടി ഓടിക്കുന്ന ആള് നിങ്ങൾ എന്തിനാ ആ ഗ്രാമത്തിലോട്ട് പോകുന്നത് എന്ന് ഇവരോട് ചോദിച്ചതും നായിക ഉള്ള കാര്യം പറയാണ്ട് കള്ളം പറയുന്നു. കാരണം ഈ ഗ്രാമത്തിലുള്ള ഒരാളല്ലേ നായികയെ കൊല്ലാനായി ശ്രമിച്ചത്. അതുകൊണ്ട് നായിക സത്യം പറയാണ്ട് ഞങ്ങൾ രണ്ടുപേരും കോളേജ് സ്റ്റുഡൻസ് ആണ്, ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലോട്ട് വന്നത് എന്ന് കള്ളം പറയുന്നു. ഇത് കേട്ടതും ആ വണ്ടി ഓടിക്കുന്ന ആളും വിശ്വസിക്കുന്നു. നായികയും അയാളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഗ്രാമത്തിനെ പറ്റി അറിയാവോ എന്ന് ചോദിക്കുന്നു. അതിനയാൾ എനിക്ക് വലുതായി ഈ ഗ്രാമത്തിനെ പറ്റി ഒന്നും അറിയില്ല, പക്ഷെ ആ ഗ്രാമത്തിലുള്ള നേതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രാമത്തിൽ കൊണ്ടേ ആക്കാറുണ്ട്. ആ നേതാവ് നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അയാളോട് പറഞ്ഞാൽ മതി. അതുകൂടാണ്ട് അദ്ദേഹം നല്ലൊരു പാവക്കളി ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എത്രയോ പ്രാവശ്യം ആ പാവക്കളി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരും ആ ഗ്രാമത്തിലോട്ട് എത്തുന്നു. ഗ്രാമത്തിലെത്തിയതും കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയതും നായിക ഫോട്ടോയിൽ കാണിച്ച ഇവരുടെ വീട് ഇവരെയും പാസ് ചെയ്ത് പോകുന്നു. നായികയും ആ വണ്ടി ഓടിക്കുന്ന ആളോട് ഈ വീടിനെ പറ്റി എന്തെങ്കിലും അറിയോ എന്ന് ആ വീട്ടിലോട്ട് കൈ ചൂണ്ടി ചോദിക്കുന്നു. എനിക്കും ഈ ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാനും എത്രയോ പ്രാവശ്യം നേതാവിനോട് ഈ വീടിനെ പറ്റി ചോദിച്ചിരുന്നു, പക്ഷെ നേതാവ് അതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതുകൂടാണ്ട് ആ വീട് വർഷങ്ങളായി ആരും യൂസ് ചെയ്യാണ്ട് പൂട്ടിക്കിടക്കുകയാണ്. ഇയാളും ആ ലീഡറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടേ വണ്ടി നിർത്തുന്നു.
എത്തുന്നു. നായികയും അവളുടെ ഫ്രണ്ടും ആ വണ്ടിക്കാരന് പൈസ കൊടുത്തിട്ട് നേരെ ആ ലീഡറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഈ വീട്ടിൽ ആരുമില്ലേ എന്ന് ഒച്ചത്തി വിളിച്ചോണ്ടിരിക്കുന്നു. ആരും പുറത്തോട്ട് വരുന്നില്ല എന്ന് കണ്ടതും ആളില്ല എന്ന് വിചാരിച്ച് നായികയും അവളുടെ ഫ്രണ്ടും കൂടി അവിടെ നിന്നും പോകാനായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വീടിന്റെ വാതിൽ തുറന്ന് ഒരു പ്രായമായ ലേഡി കാലും വലിച്ച് പുറത്തോട്ട് വന്ന് ഇവരെ നോക്കിയിട്ട് ആരാണ്, എന്താ വേണ്ടത് എന്ന് ഭയങ്കര റൂഡായി സംസാരിക്കുന്നു. ഇത് കേട്ടത് നായിക, ഞങ്ങളൊരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ഈ ഗ്രാമത്തിലോട്ട് വന്നതാണ്. നിങ്ങളുടെ മകൻ ഒരു നല്ല പാവക്കളി ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞാൻ കേട്ടിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ആ ലേഡി, നേതാവ് ഇവിടെ ഇല്ല, ദൂരെ എവിടെയോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്, നാളെ രാവിലെ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇത് കേട്ടതും നായികയുടെ ഫ്രണ്ട്, അയാൾ നാളെ രാവിലെ വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ വന്ന വണ്ടിക്ക് തന്നെ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് നായികയോട് ചോദിച്ചതും നായിക, നമുക്ക് സ്വന്തം ഒരു വീടുള്ളപ്പോ പിന്നെ എന്തിനാ നമ്മൾ തിരിച്ചു പോകുന്നത് എന്ന് പറഞ്ഞ് വർഷങ്ങളായി പൂട്ടിക്കിടന്ന ആ വീടിന്റെ ഗേറ്റ് തുറന്ന് രണ്ടുപേരും അകത്തോട്ട് കയറുന്നു. ആരും ഈ വീട് വർഷങ്ങളായി യൂസ് ചെയ്യാത്തത് കൊണ്ട് വീട് മുഴുവനും പൊടിയും മാറാമ്പലും പിടിച്ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും അകത്ത് കയറി ഓരോ മുറികളായി ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ആ സമയം നായിക ഒരു മുറിയിൽ പാവക്കളി ചെയ്യുന്ന ഓരോ സാധനങ്ങളും കാണുന്നു. അതുകൂടാണ്ട് വേറൊരു മുറിയിൽ പോയി നോക്കിയതും അവിടെ ഒരു ടേബിളിന്റെ പൊക്കത്ത് കുറച്ച് ഫോട്ടോസ് അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നു. നായികയും അത് ഓരോന്നായി എടുത്തു നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയം വീടിന്റെ പുറത്ത് കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ബോഡി അവിടെയുള്ള ശ്മശാനത്തിൽ അടക്കാനായി കൊണ്ടുപോകുന്നത് കാണുന്നു. ഇത് കണ്ട് നായിക അവളുടെ ഫ്രണ്ടും വാ നമുക്കത് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങുന്നു. ഇവർ ആ ശ്മശാനത്തിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ ബോഡി അടക്കം ചെയ്ത് കഴിയുന്നു. ആൾക്കാരെല്ലാം അവിടെ നിന്നും പോകുന്നു. ആ സമയം നായിക, എന്റെ അച്ഛനമ്മനെയും ഈ ശ്മശാനത്തിലായിരിക്കും അടക്കിയിരിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് നായികയുടെ അച്ഛന്റെയും അമ്മേന്റെയും കല്ലറ തപ്പിപ്പിടിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്ന് ആ ശ്മശാനം ചുറ്റിക്കറങ്ങി നോക്കുന്നു. ആ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം കുറെ ചെറിയ കുഞ്ഞുങ്ങളുടെ കല്ലറ കാണുന്നു. ഇത് കണ്ടതും ഇവർക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര വിചിത്രമായി തോന്നുന്നു. നായിക അത് കേറിയാണ്ട് അവിടെ നിന്ന് പോകാനായി നോക്കിയ സമയത്ത് ഇവളുടെ ഫ്രണ്ട് ആ കല്ലറകള് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത്? ഇത് കേട്ടത് നായിക, ഇതൊക്കെ സാധാരണ കാര്യമാണ്, നീ അത് സീരിയസ് ആയി എടുക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കിയതും നായികയുടെ ഫ്രണ്ട്, എനിക്കിത് കണ്ടിട്ട് സാധാരണ കാര്യമായിട്ട് തോന്നുന്നില്ല, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ദിവസവും മരിച്ച ദിവസം ഒരേപോലെ ഇരിക്കുന്നു, ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ മരിച്ചിട്ടാണ് ഇവിടെ വന്ന് കുഴിച്ചിടുന്നത്, ഇങ്ങനെ ഒരു കാര്യം ഞാൻ എവിടെയും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എന്താണ് ചെയ്യുന്നതെന്നോ ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് മരിക്കുന്നത് എന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർ രണ്ടുപേരും ആ ശ്മശാനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് ഈ ശ്മശാനത്തിന്റെ പേരെഴുതി ഒരു ബോർഡ് തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ ആ ബോർഡിന്റെ അടിയിൽ വേറെ എന്തോ ഉള്ളതുപോലെ ആയിട്ട് ഇവർക്ക് തോന്നുന്നു. ഇവരും ആ ബോർഡ് മാറ്റി നോക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ ശ്മശാനവും നായികയുടെ ഫാമിലിന്റെ പേരിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞ ഈ ശ്മശാനവും നായികയുടെ ഫാമിലിന്റെ സ്വന്തം സ്ഥലമാണ് എന്ന്. പക്ഷെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് നായികയുടെ ഫാമിലിനോട് എന്തോ ഒരു വിരോധം ഉള്ളതുകൊണ്ട് അവരുടെ പേര് മറച്ച് അതിന് പകരമായി വേറൊരു പേര് എഴുതി തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കണ്ടത് നായികയുടെ ഫ്രണ്ട്, ഈ ഗ്രാമത്തിലുള്ള ആർക്കും നിന്റെ ഫാമിലിനെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദൂരത്തായി രണ്ട് പേര് നായികയും നായികയുടെ ഫ്രണ്ടിനെയും തുറച്ചു നോക്കി നിൽക്കുന്നു. ഇത് കണ്ടതും ഇവർക്ക് പേടിയാകുന്നു. ഇവരും അവിടെ നിന്ന് പേടിച്ച് വേഗം തിരിച്ച് അവരുടെ വീട്ടിലോട്ട് തന്നെ പോകുന്നു. രാത്രി രണ്ടുപേരും ആ പഴയ വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നട്ടാരാത്രി പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഈ സൗണ്ട് കേട്ടതും നായികയും എണീറ്റ് അവളുടെ ഫ്രണ്ടിനെ വിളിക്കുന്നു. പക്ഷെ അവളുടെ ഫ്രണ്ട് ആണെങ്കിലോ എണീക്കാണ്ട് അങ്ങനെ കിടന്നുറങ്ങുന്നു. നായികയും ഈ സൗണ്ട് എവിടെ നിന്നാ വരുന്നത് എന്ന് അറിയാൻ വേണ്ടി കയ്യിലൊരു വിളക്കും എടുത്ത് ഈ സൗണ്ട് എവിടെ നിന്നാ വരുന്നത് എന്ന് അറിയാൻ വേണ്ടി ഓരോ മുറികളായി കയറി നോക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനം നായിക വീടിന്റെ വാതിൽ തുറന്ന് ഗേറ്റ് വരെ വന്ന് നോക്കുന്നു. പക്ഷെ നായികയ്ക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. എന്താണ് ഈ സൗണ്ട് എന്ന് നോക്കിയാൽ ഈ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണിന് പ്രസവവേദന വന്നിരിക്കുകയാണ്. ആ പെണ്ണും പ്രസവിക്കാനായി ഭയങ്കരമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം എങ്ങനെയോ പാടുപെട്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. കുഞ്ഞിനെ കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരും സന്തോഷിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയുള്ളവർ കുഞ്ഞിനെ കണ്ടിട്ട് ഇപ്പോഴും ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ആ ഗ്രാമത്തിലെ തലവൻ വന്ന് ആ കുഞ്ഞിനെ എടുത്ത് അവിടെയുള്ള വെള്ളത്തിൽ ആ പിഞ്ചു കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നു. പിറ്റേ ദിവസം നായികയ്ക്ക് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇവരും പുറത്തു വന്ന് നോക്കിയപ്പോൾ ഇന്നലെ ഒരു കുഞ്ഞിനെ കൊന്നില്ലായിരുന്നു. ആ കുഞ്ഞിനെ അടക്കാൻ വേണ്ടി ഇപ്പോ ശ്മശാനത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കണ്ടതും ഇവരും ആ ശ്മശാനത്തിലോട്ട് പോകുന്നു. തുടർച്ചയായി എന്തുകൊണ്ടാണ് ഇവരുടെ ഗ്രാമത്തില് കുഞ്ഞുങ്ങൾ മാത്രം ഇത്രയും മരിക്കുന്നത് എന്ന് അറിയാണ്ട് രണ്ടുപേരും നിൽക്കുകയാണ്. ആ സമയം ആ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേരും അതുകൂടാണ്ട് ഈ ഗ്രാമത്തിന് തലവനും നായികയും അവരുടെ ഫ്രണ്ടിനെയും ശ്രദ്ധിക്കുന്നു. ഇത് കണ്ടതും അവര് നമ്മളെ കണ്ട് നമുക്ക് പതിയെ ഇവിടെ നിന്ന് മുങ്ങ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ
അവിടെ നിന്ന് പോകാനായി നോക്കിയതും ആ തലവൻ ഇവരെ രണ്ടുപേരും വിളിച്ചു നിർത്തുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചതും നായിക, ഞങ്ങൾ രണ്ടുപേരും കോളേജ് സ്റ്റുഡൻസ് ആണ്. ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഗ്രാമത്തിൽ പോയി ബുക്ക് എഴുതുന്ന ആൾക്കാരാണ്. ഇത് കേട്ടതും ആ തലവൻ, അതൊക്കെ ഓക്കെ, നിങ്ങൾ എന്തിനാണ് ഈ ഗ്രാമം സെലക്ട് ചെയ്തത്? അതിന് നായിക, ഈ ഗ്രാമത്തിലുള്ള തലവൻ നല്ല പാവക്കളി ചെയ്യുന്ന ഒരാളാണെന്ന് കേട്ടിരുന്നു. അതിനെപ്പറ്റി ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിലോട്ട് വന്നതാണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും ആ തലവൻ, ശരി ഓക്കെ, നിങ്ങളുടെ പ്രൊജക്ടിന്റെ ആവശ്യത്തിന് വേണ്ടി എന്റെ അടുത്ത് വന്നോളൂ. നിങ്ങൾ ചോദിക്കുന്ന എന്ത് ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യാം, എന്നെ പിന്നെ വന്ന് കാണൂ എന്ന് പറഞ്ഞ് ആ തലവനും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും അവിടെ നിന്നും പോകുന്നു. ഈ തക്കം നോക്കി രണ്ടുപേരും അവിടെ നിന്നും മുങ്ങാനായി നോക്കുന്നു. അവിടെ നിന്ന് പോകുന്ന സമയത്ത് നായികയുടെ ഫ്രണ്ട് നായികയെ നോക്കിയിട്ട്, ഈ ഗ്രാമത്തിലുള്ള ആൾക്കാര് ഇവിടെ ജനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്ന മൃഗങ്ങളാണ്. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ വന്നപ്പോ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞതും നായിക, നമ്മൾ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നമ്മുടെ കടങ്ങൾക്കൊക്കെ പൈസ ആര് കെട്ടും? നമ്മൾ എങ്ങനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങും? ആ വീട് എന്റെ പേരിലാണ് ഉള്ളത്. ആ വീട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ടേ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അതുവരെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും സഹിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെറും കൈയോടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അയാളൊന്ന് വന്ന് കാണാനല്ലേ പറഞ്ഞത്? നമുക്ക് സാവധാനം ഒന്ന് അയാളോട് സംസാരിച്ചു നോക്കാം. നമുക്ക് പറ്റിയില്ലെങ്കിൽ നീ പറയുന്ന പോലെ നമുക്ക് തിരിച്ച് സിറ്റിയിലോട്ട് തന്നെ പോകാം. ഇത് കേട്ട് നായികയുടെ ഫ്രണ്ട് അവള് പറയുന്നതിൽ ന്യായമുണ്ട് എന്ന് മനസ്സിലാകുന്നു. രണ്ടുപേരും പിന്നെയും മിണ്ടാണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. നായികയുടെ ഫ്രണ്ട് കുളിക്കാനായി കയറുന്നു. ആ സമയം നായിക ഇവർക്ക് കഴിക്കാൻ ഭക്ഷണം മേടിക്കാനായി ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ഹോട്ടലിലോട്ട് പോകുന്നു. ഭക്ഷണം മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടയിലുണ്ടായിരുന്ന ഒരു പെണ്ണിനോട് നായിക, ആ ഏരിയയില് ഒരു വലിയൊരു വീടില്ലേ, ആ വീട്ടില് ഇതിനു മുമ്പ് ആരായിരുന്നു താമസിച്ചിരുന്നത്? അതെനിക്കറിയില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബം ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെണ്ണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ തൊട്ടു പുറകിലായി ഒരു ഒരു കിളവി ഇരിക്കുന്നുണ്ട്. ആ ലേഡി പണ്ട് കാലത്തെ ഭാഷയിൽ എന്തോ ഒന്ന് പറയുന്നു. പക്ഷെ നായികയ്ക്ക് അതെന്താന്ന് മനസ്സിലാകുന്നില്ല. ഈ ലേഡി പറയുന്നത് കേട്ടതും ആ കടയിലുണ്ടായിരുന്ന പെണ്ണ്, ആ വീട്ടിൽ പിശാചുക്കളാണ് താമസിക്കുന്നത്. ആ പിശാചുക്കള് ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ മാരാരോഗവും തന്നിട്ടാണ് പോയത് എന്നാണ് ആ ലേഡി പറഞ്ഞത് എന്ന് ആ പെണ്ണ് പറയുന്നു. ആ സമയം ഇപ്പുറത്തെ സൈഡ് വീട് കാണിക്കുന്നു. നായികയുടെ ഫ്രണ്ട് കുളിക്കാനായി പോകുന്ന സമയത്ത് ആ വീട്ടിലോട്ട് രണ്ടുപേര് വരുന്നു. ലീഡറാണ് ഞങ്ങളോട് രണ്ടുപേരോടും ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പഴയ വീട്ടിൽ താമസിക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് ഇതിന്റെ സീലിംഗ് പൊട്ടി നിങ്ങളുടെ മേത്ത് വീണ് എന്ത് ചെയ്യും? എന്തായാലും ഞങ്ങൾ സൂക്ഷിച്ചു കണ്ട് നിൽക്ക് എന്ന് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇത്രയും വലിയ വീടിന്റെ അവകാശി ഒരു ഒറ്റ പെണ്ണാണ്. ആ പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവളുടെ പേരിൽ ഈ വീടിന്റെ സ്വത്ത് മൊത്തം മാറ്റി എഴുതും. അതിന്റെ ഡോക്യുമെന്റ്സ് മൊത്തം ലീഡറിന്റെ കയ്യിലുണ്ട്. ആ പെണ്ണ് മാത്രം ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയുന്നു. ഇത് കേട്ടതും നായികയുടെ ഫ്രണ്ടിന് പൈസേന്റെ ആർത്തിയാണോ അതോ എല്ലാം വേഗം നടക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. പെട്ടെന്ന് അവരോട്, ഞാനാണ് ആ പെണ്ണ് എന്ന് പറയുന്നു. ഇത് കേട്ടതും അവർ, നല്ല കാര്യം, ഞങ്ങളും ആ അവകാശിയെ കാത്തിരിക്കുകയായിരുന്നു. മോള് ഇപ്പൊ തന്നെ വരികയാണെങ്കിൽ ലീഡർ ആ ഡോക്യുമെന്റ്സ് അല്ല ഇപ്പൊ തന്നെ മോളുടെ പേരിലോട്ട് മാറ്റിത്തരും. ഇത് കേട്ടതും അവൾ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വന്നാ മതിയോ? ഇത് കേട്ടതും അവർ, അയ്യോ ലീഡർ എവിടെയോ ദൂരെ എവിടെയോ പോവുകയാണ്, 3 ദിവസം കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ, അപ്പോഴേക്കും കുറെ നീണ്ടു പോകൂലേ? മോൾ ഇപ്പൊ തന്നെ വരികയാണെങ്കിൽ അപ്പൊ തന്നെ കാര്യം കഴിയല്ലോ. ജസ്റ്റ് ഒന്ന് മോള് വന്ന് ഞാനാണ് ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പേപ്പേഴ്സ് ഒക്കെ എടുത്തു തരും. മോളെ ഞങ്ങൾ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു കൊണ്ടേ ആക്കിക്കോളാം എന്ന് പറഞ്ഞതും അവര് പറയുന്നത് വിശ്വസിച്ച് ഇവളും അവരുടെ കൂടെ ഇറങ്ങുന്നു. ഇവരും കണ്ടിന്യൂ ആയി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എങ്ങോട്ടാണ് ഇവളെയും കൂട്ടിക്കൊണ്ട് ഇവര് പോകുന്നതെന്ന് അവൾക്കും മനസ്സിലാകുന്നില്ല. ഇവരും കാടിന്റെ ഉള്ളിലോട്ടായി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇവൾക്കും ലൈറ്റായി എന്തോ ഒരു പന്തികേട് വരുന്നു. അവളും അവിടെ നിന്ന് പതിയെ രക്ഷപ്പെട്ടു പോകാനായി നോക്കിയതും രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്റെ കൂടെ കിടക്കണോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊന്നും വെർജിൻ അല്ല. നിങ്ങൾക്ക് അതാണ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തന്നെ അതിന് സമ്മതിക്കല്ലോ എന്ന് പറയുന്നു. പക്ഷെ അവരാണെങ്കിലോ ഇവളെ പിടിക്കാനായി നോക്കുന്നു. ആ സമയം ഒരുത്തൻ കത്തിയെടുത്തതും കൂടെയുള്ള വേറെ ഒരുത്തൻ അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഉണ്ടാകരുത്, അതുകൊണ്ട് കത്തി താഴെ വെക്ക്. ഇത് കേട്ടത് നായകയുടെ ഫ്രണ്ട് അവിടെ നിന്നും ഓടുന്നു. പക്ഷെ കാടായതുകൊണ്ട് അവൾക്ക് ഓടാൻ പറ്റുന്നില്ല. ഒരു ഘട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേരിൽ തട്ടി നേരെ താഴോട്ട് വീഴുന്നു. ആ സമയം ഇവളെ തുരത്തിക്കൊണ്ട് വന്നവർ കയ്യിൽ ഒരു മരക്കഷ്ണം എടുത്ത് അവളുടെ തല നോക്കി വീശിയടിക്കുന്നു. അവിടെ വെച്ച് സീൻ കട്ട് ചെയ്യുന്നു. ഇപ്പുറത്തെ സൈഡിൽ നായിക ഭക്ഷണം മേടിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. നായികയും അവളുടെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിലെവിടെയും അവളുടെ ഫ്രണ്ടിനെ കാണുന്നില്ല. അതേസമയം ഇപ്പുറത്ത് നായികയുടെ ഫ്രണ്ടിനെ കാണിക്കുന്നു. അവളെ തല കീഴായി തൂക്കിയിട്ടിരിക്കുന്നു. അതുകൂടാണ്ട് അവിടെ പലതരത്തിലുള്ള കത്തികളും അടുക്കി വെച്ചിരിക്കുന്നു. ഇവളും അതൊക്കെ കണ്ടിട്ട് ഇവരെന്താണോ എന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് ഓർത്ത് ആ സമയം ആ ഗ്രാമത്തിലെ തലവൻ അങ്ങോട്ട് വരുന്നു. ഇവളും അയാളെ നോക്കി, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ വെറുതെ
വിട്ടേക്ക്, ഇവിടെ നടന്ന ഒരു സംഭവവും ഞാൻ പുറത്തുപോയി പറയില്ല, എന്നെ ജീവനോടെ വെറുതെ വിട്ടേക്ക് എന്ന് കെഞ്ചിക്കൊണ്ടിരിക്കുന്നു. ആ സമയം സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു കിളവി കാലും വലിച്ചോണ്ട് നടന്നു വന്നില്ലേ, ആ കിളവി വേഗം വന്ന് നിങ്ങൾ എന്ത് നോക്കി നിൽക്കാണ് എന്ന് പറഞ്ഞ് ഒരു ഷാർപ്പായ കത്തിയെടുത്ത് തൂക്കിയിട്ടിരിക്കുന്ന നായികയുടെ ഫ്രണ്ടിന്റെ കഴുത്തറുത്ത് കളയുന്നു. അതിനുശേഷം ആ ലേഡി ഓൾറെഡി 2 പേര് പ്രസവിക്കാനായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ എന്ത് നോക്കി നിൽക്കാണ്, വേഗം എല്ലാം ചെയ്തു തീർത്തൂടെ എന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. നായികയുടെ ഫ്രണ്ടിന്റെ ജീവനോ കുറച്ചായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡിൽ നായിക അവളുടെ ഫ്രണ്ടിനെ കാണാത്തത് കൊണ്ട് നേരെ ലീഡറിന്റെ വീട്ടിലോട്ട് പോയി വാതിൽ തട്ടുന്നു. അയാളും എന്താണ് കാരണം എന്ന് ചോദിച്ചതും നായിക ഈ വഴി എന്റെ ഫ്രണ്ട് വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിനയാൾ ഇല്ലല്ലോ, ഈ വഴി വന്നില്ലല്ലോ എന്ന് പറയുന്നു. അതിന് നായിക എന്റെ ഫ്രണ്ടിനെ ഞാൻ എവിടൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല, അതാ ഈ വഴി വല്ലതും വന്നോ എന്നറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ വേണമെങ്കിൽ എന്റെ ആൾക്കാരോട് നിന്റെ ഫ്രണ്ടിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവരോട് തിരക്കാൻ പറയാം, നിന്റെ ഫ്രണ്ടിനെ കണ്ടെത്തുന്നവരെ നീ ഈ വീട്ടിൽ നിന്നു എന്ന് പറഞ്ഞതും നായിക അത് കുഴപ്പമില്ല, ഞാൻ എന്റെ ഭാഗത്തു നിന്ന് അവളൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സ്ഥലങ്ങളിലൊന്ന് അവളെ ഒന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് നായിക അവിടെ നിന്നും പോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കാല് വലിച്ചോണ്ട് നടക്കുന്ന ആ കിളവി ഒരു കൊട്ടയെടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. കൊട്ടയിലുണ്ടായിരുന്ന എന്തോ ഒരു സാധനം എടുത്ത് അവിടെ ഉണ്ടായിരുന്ന അഴയിൽ തൂക്കിയിടുന്നു. അതെന്താണ് എന്ന് ക്യാമറ സൂം ചെയ്ത് കാണിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് നായികയുടെ ഫ്രണ്ടിന്റെ തോലാണ് ഈ കിളവി ഇപ്പൊ അഴയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഈ സീൻ കാണുമ്പോ തന്നെ പേടിയാകുന്നു. അടുത്ത സീനിൽ നായികയെ തന്നെ കാണിക്കുന്നു. രാത്രിയായിട്ടും അവളുടെ ഫ്രണ്ടിനെ എവിടൊക്കെ പോയി അന്വേഷിച്ചിട്ടും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നായികയും അവളുടെ ഫോണിലോട്ട് മാറി വിളിച്ചോണ്ടിരിക്കുന്നു. പക്ഷേ ഫോൺ പോലും അവൾ എടുക്കുന്നില്ല. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ ആ ഗ്രാമം കാണിക്കുന്നു. ഗ്രാമത്തിന്റെ ഒത്ത നടുവിൽ ആ ഗ്രാമത്തിന്റെ തലവൻ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കുമായി പാവക്കളി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നായിക അങ്ങോട്ട് വന്ന് എനിക്ക് ലീഡറിനെ ഒന്ന് കാണണം, ഇതുവരെ എന്റെ ഫ്രണ്ട് വീട്ടിലോട്ട് വന്നിട്ടില്ല, ഈ കാര്യം എനിക്ക് ലീഡറിനോട് പറയണമെന്ന് അവിടെയുള്ള ഒരാളോട് പറഞ്ഞതും തലവൻ ഇപ്പൊ പാവക്കളി ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ടേ നേതാവിന്റെ അടുത്തോട്ട് പോകാൻ പറ്റുള്ളൂ, അതുവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യെന്ന് പറഞ്ഞതും നായിക ഈ പ്രോഗ്രാം കഴിഞ്ഞ് എപ്പോ ഞാൻ ലീഡറിനോട് സംസാരിച്ച് എപ്പോ ഞാൻ എന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാനാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും സങ്കടപ്പെട്ട് നേരെ പിന്നെയും വീട്ടിലോട്ട് തന്നെ പോകുന്നു. നായിക വീട്ടിലോട്ട് പോയി മാറി അവളുടെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കോള് പോലും അവളുടെ ഫ്രണ്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയം ഒരു ചെറിയ പെൺകുട്ടീന്റെ ആത്മാവ് അങ്ങോട്ട് വന്ന് ഒരു പെണ്ണ് ഇപ്പൊ പ്രസവിക്കാൻ പോവാണ്, അത് വന്ന് കാണുക എന്ന് പറഞ്ഞ് ആ ചെറിയ പെൺകുട്ടി അവിടെ നിന്നും മാഞ്ഞു പോകുന്നു. ഇത് കേട്ടതും നായിക ആ വീട്ടിലോട്ട് പോയി ആരും കാണാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് മറഞ്ഞു നിന്ന് അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് മറഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ അകത്ത് ഒരു പെണ്ണ് പ്രസവിക്കാനായിട്ട് ഇരിക്കുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ ആ പെണ്ണ് പ്രസവിക്കുന്നു. പക്ഷെ ഇപ്പൊ ജനിച്ച ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു തുള്ളി പോലും തോലില്ല. ഇത് കണ്ട് നായിക ഷോക്കായി പോകുന്നു. അവിടെ കൂടി നിൽക്കുന്നവർക്കും ഇത് കണ്ട് ഷോക്ക് ആകുന്നു. ഈ കുഞ്ഞിനെ പ്രസവിച്ച പെണ്ണ് വാ വിട്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. ഇപ്പോഴും തോലില്ലാണ്ടാണല്ലോ കുഞ്ഞ് ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. ആ കുഞ്ഞിനെ എടുത്ത് നേതാവ് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു. ഈ കുഞ്ഞിന്റെ അപ്പൻ നേതാവിനെ നോക്കി, അപ്പോ നീ ഞങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നോ? ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും തോലോട് ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞ് നേതാവിനായിട്ട് തല്ലുപിടിക്കാൻ പോയതും ആ സമയം നേതാവ് അയാളെ പിടിച്ചു നിർത്തി അയാളുടെ മുഖത്ത് നോക്കി വീശി അടിക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഈ ഗ്രാമത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് എനിക്ക് ഇതാണോ കിട്ടുന്നത്? ആ സമയം അവിടെ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ഭർത്താവ് അപ്പൊ എന്റെ കുഞ്ഞും ശപിച്ചായിരിക്കുമോ ജനിക്കുക എന്ന് ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുന്നു. ആ സമയം നായിക അവൾ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുണ്ടായ ഒരു മരക്കട്ട തള്ളി താഴോട്ടിടുന്നു. ഇതിന്റെ ശബ്ദം അകത്തുണ്ടായിരുന്ന എല്ലാവർക്കും കേൾക്കുന്നു. നായികയും ആരും കാണാണ്ട് അവിടുന്ന് പതിയെ രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിച്ച് നീങ്ങിയതും അവിടെ ആ കടക്കാരി വന്നു നിൽക്കുന്നു. ഇതോടെ നായികയുടെ കാര്യം അവസാനിച്ച് ഈ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഈ ശബ്ദം കെട്ട സ്ഥലത്തോട്ട് 2 പേര് വന്ന് അതെന്താണ് എന്ന് നോക്കാനായി വന്നതും നായിക നിന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോ ആ കടക്കാരി നിൽക്കുന്നു. ഇവളെ കണ്ടതും ഇപ്പൊ വന്ന 2 പേര് നീ എന്തിവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും ആ കടക്കാരി കുഞ്ഞെങ്ങനെയാ ജനിച്ചത് എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. അതിനവർ കുഞ്ഞ് തോലില്ലാണ്ടാണ് ജനിച്ചത്, നിനക്ക് അറിയേണ്ടത് അറിഞ്ഞില്ലേ, ഇവിടെ നിന്നും വേഗം പോ എന്ന് പറഞ്ഞ് ആ കടക്കാരിയെ അവിടെ നിന്നും തുരത്തിവിടാനായി നോക്കുന്നു. ആ കടക്കാരി നായികയെ ഇപ്പൊ വന്ന് രക്ഷിച്ചില്ലെങ്കിൽ നായികയുടെ ഫ്രണ്ടിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയായിരിക്കും ഇപ്പൊ നായികയ്ക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കറക്റ്റ് ടൈമിലാണ് നായികയെ ഈ കടക്കാരി വന്ന് രക്ഷിച്ചത്. ആ കടക്കാരി നായികയെ നോക്കി, ഞാൻ അവരെ പോലെ അത്ര ദുഷ്ടിയൊന്നുമല്ല, നിനക്കെന്നെ കണ്ണടച്ച് വിശ്വസിക്കാം, ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നായികയെ ഈ കടക്കാരിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ആ കടക്കാരി ഈ ഗ്രാമത്തിൽ എന്ത് ശാപമാണ് ഉള്ളത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഈ ഗ്രാമത്തിൽ തോലില്ലാണ്ട് ജനിക്കുന്നത്? നായിക ജനിക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴാണ് ആ കടക്കാരി പറയുന്നത്. നീ ജനിക്കുന്ന
ജനിക്കുന്നതിന്റെ 20 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അപ്പൻ അറിയപ്പെടുന്ന ഒരു പാവക്കളി ചെയ്യുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല ഈ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും വലിയ പണക്കാരനുമായിരുന്നു. നിന്റെ അച്ഛന്റെ വീട്ടിൽ മാത്രം 100 കണക്കിന് ആൾക്കാരാണ് വീട്ടുജോലി ചെയ്യാൻ തന്നെ നിൽക്കുന്നത്. ഇപ്പൊ ഈ ഗ്രാമത്തിലെ തലവന്റെ അമ്മ പോലും നിന്റെ അപ്പന്റെ വീട്ടിൽ ജോലിക്കാരിയായി നിന്നവളായിരുന്നു. അത്രയും വലിയ പണക്കാരനായിരുന്നു നിന്റെ അച്ഛന്റെ. പാവക്കളി മാത്രം കാണാനായി എല്ലാ ഗ്രാമത്തിൽ നിന്നും ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പെണ്ണ് വന്നിരുന്നു. എല്ലാ ആൾക്കാരും കണ്ണെടുക്കാണ്ട് നോക്കുമായിരുന്നു ആ പെണ്ണിനെ. അത്രയ്ക്കും സുന്ദരിയായിരുന്നു. ആ സുന്ദരി തിരിഞ്ഞു നോക്കിയത് നിന്റെ അപ്പനെയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചു. ആ കല്യാണം മാത്രം 7 ദിവസത്തേക്കുണ്ടായിരുന്നു. ഭക്ഷണവും എല്ലാം ഭയങ്കര ഗ്രാൻഡ് ആയിട്ടായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ എന്തു തന്നെ ഗ്രാൻഡായി നടത്തിയിട്ടും ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ ഉണ്ടായില്ല. ഇവർ എത്രയ്ക്കും ശ്രമിച്ചിട്ടും ഇവർക്ക് അതിന്റെ ഭാഗ്യമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷമാണ് നിന്റെ അമ്മ ഗർഭിണിയായത്. പക്ഷെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിന്റെ മുഖം പുറത്തേ കാണിച്ചില്ല. നിന്റെ അപ്പൻ പാവക്കളി നിർത്തി ആ ഗ്രാമത്തെ തന്നെ കൂടുതൽ വെറുത്തു. എന്താണ് കാരണം എന്നാൽ നീ ജനിച്ചത് തോലില്ലാണ്ടായിരുന്നു. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഇതിന് കാരണക്കാര് എന്ന് പറഞ്ഞ് നിന്റെ കുടുംബം ആ ഗ്രാമത്തിലുള്ള ആൾക്കാരായിട്ട് മിണ്ടുന്നത് തന്നെ നിർത്തി. പക്ഷെ അതിനുശേഷം ആ ഗ്രാമത്തിൽ നിന്ന് 4 ചെറിയ കുട്ടികളെ കാണാണ്ട് പോകുന്നു. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ എവിടൊക്കെ നോക്കിയിട്ടും ആ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു കുഞ്ഞിനെ മാത്രം എവിടെ നിന്നോ കണ്ടുപിടിക്കുന്നു. ബാക്കി 3 കുഞ്ഞുങ്ങൾ എവിടെ പോയി എന്ന് പോലും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ കുഞ്ഞുങ്ങൾ മിസ്സായതിനു ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞതും നിന്നെ ആദ്യമായിട്ട് നിന്റെ അച്ഛൻ വീടിന്റെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. തോലില്ലാണ്ടിരുന്ന നീ സാധാരണ കുട്ടികളെ പോലെ തോലോടെയാണ് നീ പിന്നെ പുറത്തോട്ട് വന്നത്. ഇത് കണ്ടതും ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാര് നിന്റെ അച്ഛൻ ആ ചെറിയ 3 കുഞ്ഞുങ്ങളെ സാത്താന് ബലി കൊടുത്തതാണ് എന്ന് പല റൂമേഴ്സ് ആ ഗ്രാമത്തിൽ മുഴുവനും സ്പ്രെഡായി. അതിനുശേഷം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവർക്കും നിന്റെ ഫാമിലിനോട് വെറുപ്പ് വരാൻ തുടങ്ങിയത്. ഇനിയും അധികകാലം ഈ ഗ്രാമത്തിൽ നിന്നെ വെച്ചോണ്ടിരുന്നാൽ നിന്റെ ജീവൻ തന്നെ ആപത്താണ് എന്ന് അറിഞ്ഞപ്പോഴാണ് നിന്റെ അച്ഛൻ നിന്റെ ആന്റീന്റെ അടുത്ത് നിന്നെ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോകൂ എന്ന് പറഞ്ഞ് അന്ന് നിന്നെ എടുത്തുകൊണ്ട് പോയത്. അതിനുശേഷം മുഴുവട്ടു പിടിക്കുന്നു. പാവക്കളി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൂടിയുണ്ടായിരുന്ന എല്ലാവരെയും ഒരു മനസാക്ഷി പോലും നോക്കാണ്ട് എല്ലാരും വെട്ടിക്കൊന്നു. കൂട്ടത്തിൽ നിന്റെ അമ്മേനെ വെട്ടിക്കൊന്നു. അതിനുശേഷം നിന്റെ അച്ഛൻ സ്വയം കഴുത്തറുത്താണ് മരിച്ചത്. അതിനുശേഷം പിന്നെ അതൊരു ശാപമായി മാറുന്നു. ഈ ഗ്രാമത്തിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞും തോലില്ലാണ്ടാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശാപം മാറണമെങ്കിൽ നിന്റെ തോല് ഉരിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ശാപം മാറുള്ളൂ എന്ന് ഈ ഗ്രാമത്തിലെ ലീഡറിന്റെ അമ്മ പറയുന്നത്. ആ ലേഡിയും ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിനു വേണ്ടിയാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും നിന്നെ തേടി നടക്കുന്നത്. അതാണ് നായികയുടെ ഫ്രണ്ട് ഞാനാണ് ആ ചെറിയ കൊച്ച് എന്ന് പറഞ്ഞതും അവളെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ തോൽ ഉരിച്ച് അഴയിൽ തൂക്കിയിട്ടത് അങ്ങനെയെങ്കിലും ഈ ഗ്രാമത്തിലെ ശാപം മാറും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പോഴും കുഞ്ഞ് തോലില്ലാണ്ടാണ് ജനിച്ചത് എന്ന് അറിഞ്ഞതും ഈ ഗ്രാമത്തിലെ ശാപം മാറിയിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയം ഇപ്പുറത്തെ സൈഡ് കാണിക്കുന്നു. ആ കിളവി ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടി വിളിച്ചു നിർത്തി. ഇപ്പൊ നമ്മൾ ഒരു പെണ്ണിനെ കൊന്നില്ലേ, ആ പെണ്ണല്ല നമ്മൾ ഇത്രയും കാലം അന്വേഷിച്ചോട് നടന്നത്. ആ പെണ്ണായിരുന്നെങ്കിൽ ഞാൻ അവളുടെ തോൽ ഉരിച്ചെടുത്തിട്ടും ലാസ്റ്റ് ജനിച്ച കുഞ്ഞ് തോലില്ലാണ്ടാണ് ജനിച്ചിരിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് ആ ശാപം മാറിയിട്ടില്ല. നമ്മൾ കൊന്ന പെണ്ണല്ല ഇത്രയും കാലം നമ്മൾ അന്വേഷിച്ചോട് നടന്നത്. അവളുടെ കൂടെ വേറൊരു പെണ്ണുണ്ടായിരുന്നില്ലേ, ആ പെണ്ണിനെയാണ് നമുക്ക് ആവശ്യം. അവളെ കണ്ടെത്തി അവളുടെ തോൽ ഉരിച്ചതിന് ശേഷം മാത്രമേ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ശാപം മാറുള്ളൂ. എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ടുപിടിക്കുകയെന്ന് എന്ന് പറഞ്ഞതും ആ ഗ്രാമത്തിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ചേർന്ന് നായികയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരു ഭാഗത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിലുള്ള കുറച്ചു പേര് ഈ കടക്കാരിന്റെ വീട്ടിലോട്ട് വന്നിട്ട് ആ പെണ്ണിങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ഈ കടക്കാരി പറഞ്ഞിട്ടും അവരവിടെ നിന്ന് പോകാണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. അതിലൊരുത്തൻ ഈ കടക്കാരിയെ നോക്കിയിട്ട് രാത്രി എങ്ങനെ തനിച്ച് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുക, ഞാൻ വേണമെങ്കിൽ നിനക്കൊരു കമ്പനി തരാം എന്ന് പറഞ്ഞ് അവളുടെ അടുത്തോട്ട് വന്നതും ഈ കടക്കാരി അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്തി വെച്ചിട്ട് ഒരടി നീ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ കഴുത്തറുക്കും. അങ്ങനെ ഞാൻ കഴുത്തറുത്തു മരിക്കുകയാണെങ്കിൽ ഒരു ദുഷ്ട ആത്മാവായി വന്ന് നിന്റെ ജനറേഷനെ ഞാൻ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞതും അയാൾ പേടിച്ച് ആ വീടിന്റെ പുറത്തോട്ട് ഓടിപ്പോകുന്നു. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നായിക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സ്റ്റാർട്ടിംഗ് സീനിൽ നായിക ടോൾ ബൂത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് വന്ന് നായികയെ കൊല്ലാനായി ശ്രമിച്ചില്ലേ, ആ ആള് ഈ കടക്കാരിന്റെ ഭർത്താവാണ്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് നായികയ്ക്ക് എന്നെ മനസ്സിലാകുന്നത്. ഇപ്പൊ ഗ്രാമത്തിലുള്ള എല്ലാരും നായികയെ തിരക്കി നടക്കുന്നത് കൊണ്ട് ഇവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഈ ഗ്രാമത്തിന്റെ പുറത്തോട്ട് കൊണ്ടുപോകാനായി ഈ കടക്കാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിന്റെ പുറത്തും ഇവളെ പിടിക്കാനായി എല്ലാ ആൾക്കാരും കൂടി നിൽക്കുകയാണ്. ഇത് കണ്ടതും കടക്കാരി എന്നെ കൊണ്ട് നിന്നെ രക്ഷപ്പെടുത്തി ഈ ഗ്രാമത്തിന്റെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നീ തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇവിടെ നിന്നും പോ എന്ന് പറഞ്ഞ് ആ കടക്കാരിയും അവിടെ നിന്നും പോകുന്നു. നായികയും കാടും മരങ്ങളും ഒന്നും നോക്കാണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായി ഗ്രാമത്തിലുള്ള ആൾക്കാരെ കയ്യിൽ പെടാണ്ട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു റോഡിന്റെ സൈഡിലോട്ട് എത്തുന്നു. ആ സമയം ഒരു വണ്ടി ആ
ആ വഴി വന്നതും നായിക കൈ കാണിച്ചു നിർത്തി എന്നെ ഈ ഗ്രാമത്തിന്റെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ആ വണ്ടിയിലോട്ട് കയറുന്നു. ആ വണ്ടി ഓടിക്കുന്ന ആളും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇയാളുടെ സൈഡിലുണ്ടായിരുന്ന സീറ്റിൽ പെട്ടെന്ന് ഒരു പ്രേതം വന്ന് ഇയാളെ പേടിപ്പിച്ചതും ഓടിച്ചോണ്ടിരുന്ന വണ്ടി മറിഞ്ഞ് ആക്സിഡന്റ് ആകുന്നു. നായികയും പുറത്തോട്ട് തെറിച്ചു വീഴുന്നു. ആ സമയം നായിക ഇതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്കായി 3 പെണ്ണുങ്ങളുടെ ആത്മാവിനെ കാണൂലായിരുന്നു. ഇപ്പൊ ആ 3 പെണ്ണുങ്ങളുടെ ആത്മാവ് നായികയുടെ കണ്ണിന്റെ മുൻപിൽ വന്ന് നായികയ്ക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് കാണിക്കുന്നു. നായികയുടെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നായികയുടെ അമ്മയ്ക്ക് വേറൊരുത്തനായി ലിങ്ക് ഉണ്ടായിരുന്നു. ആ വേറൊരുത്തൻ വേറെ ആരുമല്ല, ഇപ്പൊ ഈ ഗ്രാമത്തിലെ തലവനായ ആ കിളവീന്റെ മോനായിരുന്നു. നായികയുടെ അച്ഛനും അമ്മയ്ക്കും കുറെ വർഷങ്ങളായി കുട്ടികൾ ഉണ്ടായിരുന്നില്ലല്ലോ. ആ കാര്യം നായികയുടെ അമ്മ ഈ കഷണ്ടി തലയനോട് ആ സങ്കടം ഇയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും അവരെ തന്നെ മറന്ന് കാര്യം നടന്നു പോകുന്നു. ഇത് കഴിഞ്ഞ് നായികയുടെ അമ്മ മുറിയുടെ പുറത്തിറങ്ങിയതും റൂമിന്റെ പുറത്ത് ഈ കഷണ്ടി തലയന്റെ അമ്മ നിൽക്കുന്നു. നായികയുടെ അമ്മയെ കണ്ടതും മുടിക്ക് കുത്തനെ പിടിക്കുന്നു. കുറച്ചു നേരം അങ്ങനെ പിടിച്ച് എന്ത് വിചാരിച്ചെന്നറിയില്ല, കുത്തനെ പിടിച്ച മുടി അങ്ങനെ വിടുന്നു. പക്ഷെ ഒരു കെട്ട് മുടി അവളുടെ അമ്മേന്റെ തലയിൽ നിന്ന് പറിച്ചിട്ടാണ് അവളുടെ അമ്മേനെ തന്നെ വിട്ടത്. അതിനുശേഷം റൂമിന്റെ അകത്തോട്ട് പോയി ഉറങ്ങിക്കിടക്കുന്ന ഈ തള്ളേന്റെ മകന്റെ തലമുടിയും കുറച്ചെടുക്കുന്നു. അതിനുശേഷം രണ്ടുപേരുടെ മേത്ത് കൂടോത്രം വെക്കുന്നു. ഈ തള്ളേന്റെ മോന്റെ മേത്ത് വെക്കുന്ന കൂടോത്രം നായികയുടെ അമ്മയെ മൊത്തത്തിൽ മറക്കുന്നതും അവളുടെ അമ്മേന്റെ പേര് പോലും ഓർമ്മയിൽ വരാത്ത കൂടോത്രമാണ് നായികയുടെ അമ്മയുടെ മേത്ത് വെച്ച കൂടോത്രം. ഈ തള്ളേന്റെ മോൻ വഴിയായിരിക്കും ഇനി നായികയുടെ അമ്മ പ്രഗ്നന്റ് ആവുക. അതുകൊണ്ട് നായികയുടെ അമ്മയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തോലില്ലാണ്ടാണ് ജനിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൂടോത്രം വെക്കുന്നത്. ഇങ്ങനെയാണ് നായികയുടെ ശരീരത്തിൽ തോലില്ലാണ്ടായി പോയത്. ഈ കാര്യം നായികയുടെ അച്ഛൻ അറിഞ്ഞതും നായികയെ ഗുണപ്പെടുത്തണമെന്ന് കരുതി ഗ്രാമത്തിലുള്ള 3 ചെറിയ പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ബലി കൊടുക്കുന്നു. അതിനുശേഷം അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന തോൽ ഉരിച്ച് നായികയുടെ അച്ഛൻ പാവക്കളി നടത്തൂലേ, അതിലുള്ള ചട്ടയ്ക്ക് പകരം ഈ 3 പെൺകുഞ്ഞുങ്ങളുടെ തോലാണ് നായികയുടെ അച്ഛൻ അതിലൊട്ടിച്ച് പാവക്കളി നടത്തിക്കൊണ്ടിരുന്നത്. നായികയുടെ അച്ഛൻ ഓരോ പ്രാവശ്യം പാവക്കളി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ നായികയുടെ ശരീരത്തിൽ പതിയെ പതിയെ തോലുണ്ടാകാൻ തുടങ്ങുന്നു. നായിക മുഴുവനായി ശരിയാകുന്നു. പക്ഷേ ആ 3 പെൺകുഞ്ഞുങ്ങളുടെ ആത്മാവ് നായികയെ എപ്പോഴും വന്ന് പേടിപ്പെടുത്തുന്നു. ഈ കാര്യം നായികയുടെ അച്ഛൻ അറിഞ്ഞതും ഒരു പേപ്പറിൽ മന്ത്രങ്ങൾ എഴുതി നായിക പോലും അറിയാണ്ട് നായികയുടെ അച്ഛനാണ് അവളുടെ തൊട മുറിച്ച് ആ പേപ്പർ ഉള്ളി വെച്ച് സ്റ്റിച്ച് ചെയ്തത്. അങ്ങനെയാണ് ആ പാട് നായികയുടെ തൊടയിൽ വന്നത്. അതിനുശേഷം ആ 3 പെൺകുട്ടികളുടെ ആത്മാവ് നായികയെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. പക്ഷെ അതിനുശേഷം ആ കിളവിയും ആ തള്ളേന്റെ മോനും കൂടി ചേർന്ന് ഒരു പ്ലാൻ ചെയ്യുന്നു. ആക്ച്വലി ഈ കിളവി അതിന്റെ മോന്റെ ശരീരത്തിൽ കൂടോത്രം വെക്കുന്ന സമയത്ത് ഇനി എന്റെ മോൻ എന്റെ വാക്കുകൾ മാത്രമേ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കൂടോത്രം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഒരു ദിവസം പാവക്കളി നടക്കുന്ന സമയത്ത് ഈ കിളവിന്റെ മോൻ നായികയുടെ അച്ഛനെ പോലെ വേഷം ധരിച്ച് പാവക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ക്രീനിന്റെ ഇപ്പുറത്തിരുന്ന് കാണുമ്പോൾ നായികയുടെ അച്ഛനാണ് ഇത് ചെയ്യുന്നത് എന്ന് എല്ലാവരും കരുതുള്ളൂ. പെട്ടെന്ന് ഈ കിളവിന്റെ മോൻ എണീറ്റ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഭയങ്കര കൊടൂരമായി വെട്ടിക്കൊല്ലുന്നു. കൂട്ടത്തിൽ നായികയുടെ അമ്മയെയും ഭയങ്കര കൊടൂരമായി വെട്ടുന്നു. അതിനുശേഷം നായികയുടെ അച്ഛന്റെ കഴുത്തും മറുക്കുന്നു. ഇത് കാണുന്ന സ്ക്രീനിന്റെ ഇപ്പുറത്തുള്ള ആൾക്കാർ നായികയുടെ അച്ഛനാണ് ഇതെല്ലാം ചെയ്തത് എന്നേ വിശ്വസിക്കുള്ളൂ. ആ രീതിയിലാണ് ഈ കിളവിയും അതിന്റെ മോനും പ്ലാൻ ചെയ്തത്. അതിനുശേഷം ആ 3 പെൺകുട്ടികളുടെ ആത്മാവ് നായികയോട് വന്നു പറയുന്നത്, നിനക്ക് ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നിന്റെ അച്ഛൻ ഞങ്ങളുടെ തോലുകൊണ്ട് ചെയ്ത ആ ചട്ടയും അതുകൂടാണ്ട് ഞങ്ങളുടെ അസ്ഥിയും രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് ഞങ്ങളെ നല്ല രീതിയിൽ മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ നിനക്ക് ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് നായികയ്ക്ക് ബോധം തന്നെ വരുന്നത്. ആ സമയത്ത് ആ കടക്കാരി വന്നിട്ട്, നീ ഇവിടെ എന്ത് ചെയ്യാണ്, നീ വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക എന്ന് പറഞ്ഞ് നായിക അവിടെ നിന്നും കൂട്ടിക്കൊണ്ടാൻ നോക്കിയത്. നായിക ആ കടക്കാരിയെ നോക്കിയിട്ട്, എനിക്കറിയാം ഈ ശാപത്തിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടണമെന്ന് പറഞ്ഞ് ആ പഴയ വീട്ടിലോട്ട് തന്നെ പോകുന്നു. അവിടെ ചെന്നിട്ട് ഈ ചെറിയ പെൺകുട്ടികളുടെ അസ്ഥിയും അവരുടെ തോലും ഒരുമിച്ച് വെച്ച് ആ വീടിന്റെ ബേസ്മെന്റിൽ കുഴി തോണ്ടി കുഴിച്ചിടുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും ആ ചെറിയ കുട്ടികളുടെ ആത്മാവ് പതിയെ പതിയെ മറഞ്ഞു പോകുന്നു. ആ നേരം കടക്കാരി, ഇപ്പൊ ഒരു പെണ്ണ് പ്രസവിക്കാൻ പോകുകയാണ്, ഈ ശാപം മാറിയിട്ടുണ്ടെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് തൊലിയോടെ ആയിരിക്കും ജനിക്കാൻ പോവുക എന്ന് പറഞ്ഞ് വാ അടച്ചില്ല. അപ്പോഴേക്കും ആ കിളവിയും ആ തള്ളേന്റെ കൂടെയുള്ള ആൾക്കാരും ഈ വീട്ടിലോട്ട് വരുന്നു. നായിക കിളവിയെ കണ്ടതും, നീയാണ് എല്ലാത്തിനും കാരണക്കാരി, ഈ കിളവിയാണ് ഈ ഗ്രാമത്തിൽ ശാപം ഉണ്ടാക്കിയത്. ഇത് കേട്ടതും ആ കിളവി വെറുതെ നിൽക്കാണ്ട് നായികയും പിടിച്ചു കൊണ്ടുപോയി തലകീഴായി തൂക്കിയിടുന്നു. ആ സമയം നായികയുടെ തൊട്ടു മുൻപിൽ ഈ കിളവിന്റെ മോൻ നിൽക്കുന്ന കണ്ടത് അയാളെ നോക്കി, ഈ ഗ്രാമത്തിൽ നിന്ന് ആ ശാപം പോയി, ആ ശാപം ഉണ്ടാകാൻ തന്നെ കാരണക്കാരി നിന്റെ അമ്മയാണ് ആ ശാപം തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ ആ ശാപം മാറ്റി ആ 3 പെൺകുട്ടികൾ പറഞ്ഞതുപോലെ അവന്റെ അസ്ഥിയും തോലും ഒരുമിച്ച് വെച്ച് ഞാൻ കുഴിച്ചിട്ട് ഇനി ഈ ഗ്രാമത്തിൽ ജനിക്കാൻ പോകുന്ന ഓരോ കുഞ്ഞും തോലോടെയാണ് ജനിക്കാൻ പോവുക എന്ന് പറഞ്ഞു നോക്കുന്നു. പക്ഷെ അയാളാണെങ്കിലോ നായിക പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. ഇത് കണ്ടതും നായിക, ഞാനാണ് നിങ്ങളുടെ ശരിക്കുള്ള മോള്, നിങ്ങൾ എന്റെ അപ്പനാണ്, ദാ വരുന്ന തള്ളയില്ലേ നിന്റെ അമ്മ, നീ എല്ലാം മറന്നു പോകണം എന്ന് പറഞ്ഞ് നിന്റെ ശരീരത്തിൽ ഒരു കൂടോത്രം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്കൊന്നും ഓർമ്മയില്ലാത്തത്. ഇത് കേട്ടതും അയാള്, ആരാണ് സത്യം പറയുന്നത് എന്ന്
മനസ്സിലാകാത്തതുകൊണ്ട് അയാളുടെ അമ്മേനോട് തന്നെ ചോദിക്കുന്നു, ഈ പെണ്ണ് പറയുന്ന എന്തെങ്കിലും സത്യമാണോ, ഞാൻ ഈ പെണ്ണിന്റെ അപ്പനാണോ എന്ന് ചോദിച്ചതും ആ കിളവി, നീ എന്നോട് എന്നെ ചോദ്യം ചോദിക്കുന്നു, നീ ഇപ്പൊ പെണ്ണിനെ കൊല്ലുന്നോ അതോ ഞാൻ തന്നെ എന്റെ കഴുത്തറുത്തു മരിക്കണോ എന്ന് പറഞ്ഞതും ഇയാൾക്ക് ആരെ കൊല്ലണമെന്ന് തന്നെ കൺഫ്യൂഷൻ ആയി പോകുന്നു. പക്ഷെ ഇയാൾക്ക് അമ്മയോടുള്ള സ്നേഹം കാരണം നായികയെ കൊല്ലാനായി കത്തി ഓങ്ങിയതും ആ കറക്റ്റ് സമയത്ത് തന്നെ കടക്കാരി ഓടി വന്ന്, ഇപ്പൊ ജനിച്ച കുഞ്ഞ് തോലോടെയാണ് ജനിച്ചിരിക്കുന്നത്, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ് ജനിച്ചത്, നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ശാപം തന്നെ മാറി എന്ന് പറഞ്ഞതും ഇപ്പൊ നായിക പറഞ്ഞത് സത്യമാണ് എന്ന് ഇയാൾക്ക് മനസ്സിലാകുന്നു. ഇത് കേട്ടതും ആ കിളവി, എല്ലാം നീ കാരണമാണ് എന്ന് പറഞ്ഞ് നായികയുടെ കഴുത്തറുക്കാൻ വന്നതും ആ കത്തി ഈ തള്ളേന്റെ മോന്റെ കഴുത്തി വെച്ച് ആ തള്ളേന്റെ കൺമുമ്പിൽ തന്നെ അതിന്റെ മോൻ കഴുത്തറുത്തു മരിക്കുന്നു. കാരണം ഇപ്പൊ അയാൾക്ക് ഈ തള്ള പറഞ്ഞതും ചെയ്തതെല്ലാം കള്ളമാണ് എന്ന് മനസ്സിലായി. ഇത് കണ്ടതും ഈ തള്ളക്ക് സങ്കടം സഹിക്കാൻ പറ്റാണ്ട് ഈ തള്ളയും കഴുത്തറുത്തു മരിക്കുന്നു. നായകയും ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് കാട്ടിക്കൂടി ഓടുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പച്ചക്കറി വണ്ടി കണ്ടതും അതിൽ ലിഫ്റ്റ് ചോദിച്ച് ഈ ഗ്രാമത്തിൽ തന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് ആ വണ്ടി കയറി ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകുന്നു. ഇതോടെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നായിക ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം ഒരു വർഷം കഴിഞ്ഞു കാണിക്കുന്നു. ഇപ്പൊ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരു ഭാര്യനെയും ഭർത്താവിനെയും കാണിക്കുന്നു. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞതും ആ ഗർഭിണിയായ പെണ്ണ് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചത്തിലിരുന്ന് കരയുന്നു. ആ കുഞ്ഞ് എവിടെ പോയി എന്ന് നോക്കിയതും മതിലിൽ തൂക്കിയിട്ട ഒരു കണ്ണാടിയിൽ ഈ കിളവീന്റെ ആത്മാവ് വന്ന് ഈ പെണ്ണിന്റെ കുഞ്ഞിനെ പച്ചയ്ക്ക് പിച്ചി കഴിച്ചോണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കൊടൂരമായ സീൻ കാണിച്ചിട്ടാണ് ഈ പടം തന്നെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പടമായി വീണ്ടും കാണാം.